ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള 2-3 അടിപൊളി കിച്ചൺ ടിപ്സുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ജ്യൂസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ജ്യൂസ് ബോട്ടിലാണ്, ഒരു 1.75 ml ഒക്കെ ഒരു ബോട്ടിലാണ്. നമുക്കിതിന്റെ ക്യാപ്പ് ആവശ്യമില്ല. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഈ സ്റ്റിക്കർ ഒന്ന് കളയാം. ഞാനൊരു സിസർ വെച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് കളയാൻ പറ്റും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുക്കാം. കുറച്ച് വലിയൊരു റെക്റ്റാങ്കിൾ തന്നെ വരച്ചു കൊടുക്കണം. ഇനി ഞാനൊരു കത്തി ചൂടാക്കിയിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ഫിനിഷായിട്ട് കട്ട് ചെയ്തെടുക്കണം. കത്തി നന്നായിട്ട് ചൂടാക്കി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്തുള്ള കയ്യില് സ്പൂണ് ഇതൊക്കെ വെക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ വലിയ 2-3 കയ്യിലുകൾ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ചെറിയ ചെറിയ സ്പൂണുകൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഓർഗനൈസർ നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു ജ്യൂസ് ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ അടുത്തുള്ള സ്പൂണ് കയ്യിൽ എല്ലാം ഇട്ട് വയ്ക്കാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഇതേപോലത്തെ തുണിയൊക്കെ ഹാങ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഹാങ്ങർ എടുക്കാം. ഇത് ഞാൻ ഇതേപോലെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തലയിലൊക്കെ യൂസ് ചെയ്യുന്ന ബുഷ്, ബാൻഡ് ഇതൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ആവശ്യമുള്ളപ്പോൾ ഇതിൽ നിന്ന് എടുത്ത് യൂസ് ചെയ്യാം. ശേഷം ഇതിലേക്ക് വയ്ക്കുകയും ചെയ്യാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓർഗനൈസറാണിത്. നമ്മളല്ലാതെ ബുഷൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കും. ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ ഇടുകയും വേണം. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും നമുക്ക് ഇതേപോലെ ഹാങ് ചെയ്ത് വയ്ക്കാനും പറ്റും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി അല്ലേ. നമ്മുടെ തലയിലൊക്കെ യൂസ് ചെയ്യുന്ന ബുഷുകൾ, ബാൻഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഹാങ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൻ്റെ ജ്യൂസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കിതിൻ്റെ താഴ്വശം ആവശ്യമില്ല, താഴെ ഭാഗം ആവശ്യമില്ല. അതും നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു കട്ടിങ് ബോർഡും കൊടുക്കുകയാണ്. നമുക്കിത് 2 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു പോർഷൻ നമുക്കിതെടുത്ത് ഒന്നുകിൽ 2 പോർഷൻ എടുത്ത് ഒന്നിച്ച് മടക്കാം, അല്ലെങ്കിൽ ഒരു ഭാഗമായിട്ട് നമുക്ക് മടക്കിയെടുക്കാം. ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 പോർഷൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഒരു ടേപ്പ് വെച്ച് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിത് എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഈ ആപ്പിൾ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള കറുത്ത കുരുകളൊക്കെ നമ്മൾ കത്തി വെച്ച് കളയല്ലേ ചെയ്യുന്നത്. നമുക്ക് അതങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഒരു ഓർഗനൈസറോ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആപ്പിളിൻ്റെ സെൻറ്ററിലുള്ള കുരുകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ആപ്പിളിൻ്റെ കറുത്ത കുരുകളൊക്കെ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും ആപ്പിൾ വേസ്റ്റ് ഒന്നും ആവാണ്ട് നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും തന്നെയുള്ളൂ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.